സാംസ്കാരിക വകുപ്പും കേരള സാഹിത്യ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. സാഹിത്യ അക്കാദമി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന സാഹിത്യോത്സവം ഫെബ്രുവരി 3-ന് സമാപിക്കും. തൃശൂർ സാഹിത്യ അക്കാദമി, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലെ 4 വേദികളിലായാണ് പൂരത്തിന്റെ നാട്ടിൽ ഒരാഴ്ച അക്ഷരപൂരം അരങ്ങേറുന്നത്. സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഈ സാഹിത്യോത്സവം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള പേര് സൂചിപ്പിക്കും പോലെ ജനങ്ങളുടെ സ്വന്തം സാഹിത്യോത്സവമാണ്. വ്യക്തിപരമോ സംഘടനാപരമോ ആയ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിൻ്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അസഹിഷ്ണുതയും സാംസ്കാരികമായ അംനീഷ്യയും നാടിനെ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാഹിത്യത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് പ്രശസ്ത സാഹിത്യകാരനും ചടങ്ങിൽ മുഖ്യാതിഥിയുമായ അശോക് വാജ്പേയി പറഞ്ഞു. Social discourse is marked by uncivility, intolerance. There is widespread amnesia about history, traditions, etc. and they are all being misinterpreted. Now the task of literature in such times becomes difficult. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനവും നടത്താത്ത ഒന്നാണ് ഈ സാഹിത്യോത്സവമെന്നും തനിക്കിത് വളരെ പ്രാധാന്യമുള്ളതാണെന്നും പ്രശസ്ത നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് പറഞ്ഞു. Let's celebrate humanity. Let's realize, there's a very nice important poem, only art can express like this. If your thumb is cut, it is your pain. But if Ekalavya's thumb is cut, it is society's pain. Let's discuss Manipur. Let's discuss Palestine. Let's discuss everybody who has been deprived of dignity through art, through literature, through conversations. See you tomorrow evening. Thank you. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സാഹിത്യോത്സവത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു. മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT ശബ്ദ സന്ദേശത്തിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, സാഹിത്യകാരി സാറ ജോസഫ്, കഥാകൃത്ത് ടി പത്മനാഭൻ, പ്രശസ്ത ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ലെസ്വിക്സ് തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.